ഡിയർ സ്റ്റുഡൻസ്, റീനീറ്റ് 26 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ടുള്ള ഫിസിക്സ് ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. +2 സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 1 to 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും തന്നെ 4 തൊട്ട് 12 മാർക്ക് വരെ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 2 identical pitch balls carrying equal charges are suspended from a common point by a string of equal length. The equilibrium separation between them is R. Now the strings are rigidly clamped at half the height. The equilibrium separation between the balls now becomes. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കണം. 1, 2 identical pitch balls. Second one, they are under ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 പിച്ച് ബോൾസ് ഹാങ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ചാർജ്ഡ് ബോൾസ് ആണുള്ളത്. സ്വാഭാവികമായിട്ടും കൂളംസ് റിപ്പൽഷൻ അവിടെ ഉണ്ടാകും. അപ്പം അവരൊരു വി ഷേപ്ഡ് അവർ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. ഇവരുടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ഹൈറ്റ് തന്നിട്ടുണ്ട് y, സെപ്പറേഷൻ R ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ: Now the strings are rigidly clamped at half the height. ഉടനെ തന്നെ നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഈ ബോൾസിനെ ഒരു ഹാഫ് ദ ഹൈറ്റിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ന്യൂ സെപ്പറേഷൻ എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഓപ്ഷനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ന്യൂ സെപ്പറേഷൻ, ഇവർ തന്നിരിക്കുന്ന ന്യൂ സെപ്പറേഷൻ ഇൻ ടേംസ് ഓഫ് R' ആണ്. അത് ഇൻ ടേംസ് ഓഫ് Rലുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന പാരാമീറ്റർ y-ഉം R-ഉം. അപ്പോൾ ഇവരെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനകത്തോട്ട് പോകുന്നു. നോക്കിയേക്കാം. അപ്പോൾ 2 പിച്ച് ബോൾസും ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് സ്റ്റേ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ബോളിലെ ഓരോ ബോളിലെയും നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആക്ച്വലി അത് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിന് മാസ് ഉണ്ട്, അതുപോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് ചാർജും ഉണ്ട്, Q. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി mg. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബോത്ത് ബോൾസ് ആർ ചാർജ്ഡ് ബോൾസ്. സോ അവിടെ കൂളം റിപ്പൽഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം കൂളംബിക് റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് Fe. അപ്പോൾ ഈ 2 ഫോഴ്സായി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം നമ്മൾ തേർഡ് ഫോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. തേർഡ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിലാണ്. ഓക്കെ, ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടെൻഷനാണ് അവിടുത്തെ തേർഡ് ഫോഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം, വെർട്ടിക്കൽ ഇക്വിലിബ്രിയവും അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്, ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. സോ ഇതിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻഷനെ നമുക്ക് റിസോൾവ് ചെയ്യണം. എന്നിട്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യണം. റിസോൾവ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവിടെ ഒരു ആംഗിൾ വേണം. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് വരുന്നത്. ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ആംഗിൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ആർബിട്രറി ആയിട്ട് ഞാനൊരു ആംഗിൾ അങ്ങ് ചൂസ് ചെയ്യുന്നു, തീറ്റ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെയാണ് തീറ്റ ചൂസ് ചെയ്യുന്നത്. ഈ തീറ്റ ആംഗിൾ വെച്ചിട്ട് ടെൻഷനെ റിസോൾവ് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലുമായിട്ടുള്ള ടെൻഷൻ്റെ കമ്പോണൻറ്റുകൾ നമുക്ക് വേണം. സോ ഇഫ് ഇറ്റ് ഈസ് തീറ്റ, ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് വരുന്ന ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ T കോസ് തീറ്റയും ഇത് T സൈൻ തീറ്റയും വരുന്നു. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസിങ് സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ T sin theta
is balanced by FE and T cos theta is balanced by mg. തീറ്റ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാരാമീറ്റർ ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ തീറ്റയെ എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള വഴികളും തേടണം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ എന്ത് വരും? ടി സൈൻ തീറ്റ ബൈ ടി കോസ് തീറ്റ ഈസിക്കൽ ടു FE by mg. That implies we can write tan theta is equal to FE by mg. What is FE? It is Coulombic repulsion. Okay. By Coulomb's law, FE is equal to K Q1 Q2 by R square. Here we are given with identical charged bodies. So we can write it as K into Q divided by R squared. That is equal to K Q squared by R squared. Okay. Therefore, tan theta is equal to K Q squared by R squared divided by mg. That is equal to K Q squared by mg R squared. Equation number 1. ഇപ്പോഴും നമ്മുടെ ഗിവൺ പാരാമീറ്ററിലോട്ട് കണക്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത തീറ്റ അവിടെ കിടക്കുകയാണ്. അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗ്നോമെട്രി ഞാനിവിടെ ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദിസ് വൺ ഈസ് തീറ്റ. ഓക്കെ, അവിടെ ഞാൻ ടാൻ തീറ്റ എടുക്കുവാണെങ്കിൽ എന്ത് വരും? ടാൻ തീറ്റ ഈസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. Opposite side is this much. This is R by 2. So this one is R by 2 divided by Y. That is equal to R by 2Y. Equation number 2. So when we compare 1 and 2, we will get an expression in terms of R and Y. Okay, theta cancelled out. Then we get an expression in terms of given parameter. Okay, അതാണ് നമുക്ക് വേണ്ടത്. So from 1 and 2. From 1 and 2, R by 2Y is equal to K Q squared by mg R squared. Okay. mg R squared. So ഇവിടെ നിന്ന് ഞാൻ ഇതിനെ ക്രോസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? R cube is equal to 2k q squared by mg into y എന്ന് വരും. ഓക്കെ, 2k q squared by mg into y. സോ 2 കോൺസ്റ്റൻ്റ് ആണ്, k കോൺസ്റ്റൻ്റ് ആണ്, കൊളംബിക് കോൺസ്റ്റൻറ്റ്, q ചാർജ് കോൺസ്റ്റൻറ്റ്, m മാസ് ഓഫ് ദി പിച്ച് ബോൾ കോൺസ്റ്റൻ്റ് ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. So we can write R cube, this much of terms are constants. R cube proportional to Y. Okay, that implies R proportional to Y raised to 1 by 3. This is a required relation between R and Y. ഇതിനെ നമ്മൾ ന്യൂ കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്ത് കമ്പയർ ചെയ്താൽ മാത്രം മതി നമ്മുടെ ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി ന്യൂ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് സഡൻലി ഹൈറ്റ് ഡ്രോപ്പ് ടു y by 2 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ സെപ്പറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻ ന്യൂ കണ്ടീഷൻ ലെറ്റ് ഇറ്റ് ബി r dash proportional to y by 2 the whole raised to 1 by 3. If you take the ratio, then we get r dash by r is equal to y by 2 the whole raised to 1 by 3 .
divided by y raised to 1 by 3. Okay, and then we can see that r dash by r is equal to 1 by 2 the whole raised to 1 by 3. So r dash by r is the cube root of 1 by 2, which can be written as r dash is equal to r divided by cube root of 2. So this will be the answer. Okay, so for our option, the answer is option B. Okay. So next we can move to our second question. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ കെയർ ആയിട്ട് തന്നെ നിങ്ങളത് ഒബ്സർവ് ചെയ്ത് വായിക്കുക. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് two positive ions each carrying a charge Q are separated by a distance d. If F is the force of repulsion between the ions, the number of electrons missing from each ion will be. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിങ് ഫ്രം ദ അയോൺസ്. ഒരു അയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ന്യൂട്രൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസ് മിസ്സാകുമ്പോഴത്തേക്കാണ് അയോൺ അവിടെ ഉണ്ടാകുന്നത്. ഇതുപോലെ ഇലക്ട്രോൺ മിസ്സാകുന്ന കേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ആഡ് ഓൺ ചെയ്യുന്ന കേസ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ക്വാണ്ടൈസേഷൻ റൂൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. Q ഈസ് ഈക്വൽ ടു Ne. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനകത്തോട്ട് വരാനായിട്ടുള്ള കണക്റ്റിംഗ് ടേംസ് ആണ് അതിനെ മുന്നേ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? two positive ions each carrying a charge Q are separated by a distance d. അപ്പോൾ നമുക്ക് രണ്ട് പോസിറ്റീവ് അയോൺ എടുക്കാം. They are having charge Q. They are separated by the distance d. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് F is the force of repulsion between the ions. അപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ് F. അക്കോർഡിംഗ് ടു കൂളംസ് ലോ F is equal to K Q divided by d square. Okay, that implies ഓപ്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4πε0 എന്ന ടൈം വരുന്നുണ്ട്. ഓക്കെ, സോ വി റീപ്ലേസ്ഡ് K വിത്ത് 1/4πε0. സോ F is equal to 1/4πε0 Q squared by d square. ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. സോ ഇതിലോട്ട് കണക്ട് ചെയ്യുക. സോ ഇവിടെ നിന്നും നമ്മൾ Q സ്ക്വയർ എഴുതുവാണെങ്കിൽ Q സ്ക്വയർഡ് ഈസ് ഇക്വൽ ടു 4πε0 d സ്ക്വയർഡ് F എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, that implies Q is equal to root of 4πε0 d squared F. ഇനി നമുക്ക് മിസ്സായ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ വി ക്യാൻ റീപ്ലേസ് Q വിത്ത് Ne. Ne is equal to root of 4πε0 d squared F. From there N is equal to root of 4πε0 d squared F divided by E. Okay, so our answer contain a root term, that is root of 4πε0 d squared F. So option C, look into the option C, 4πε0 F d squared under the root is given. And ഇവിടെ E വെളിയിലാണ് വരുന്നത്. റൂട്ടിനകത്തോട്ട് മാറ്റുമ്പോൾ E എന്തായിട്ട് മാറും? E squared ആയിട്ട് മാറും. So we can write N is equal to root of 4πε0 d squared F divided by E square. ഇതാണ് നമ്മുടെ ആൻസർ. ഫ്രം ദ ഓപ്ഷൻ ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ പെൻഡുലം ബോബ് ഓഫ് മാസ് 30.7 × 10⁻⁶ കിലോഗ്രാം
and carrying a charge 2 into 10 raised to minus 8 coulomb is at rest in a horizontal uniform field of 20,000 volt per meter. The tension in the thread of the pendulum is. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേക്കാം. നമ്മളൊരു സിമ്പിൾ പെൻഡുലം ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സിമ്പിൾ പെൻഡുലം അതിൻ്റെ മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. സോ ഇവിടെ ഇത് ഹാങ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് എലോങ് ദ സ്ട്രിങ് T ആണ്. പക്ഷേ നമ്മുടെ പെൻഡുലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ പെൻഡുലത്തിൽ നമ്മൾ ചാർജ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ചാർജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 20,000 വോൾട്ട് പെർ മീറ്റർ വരുന്ന ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ പെൻഡുലത്തിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ പെൻഡുലത്തിൻ്റെ ന്യൂ പൊസിഷൻ എന്താണ്? ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ. ന്യൂ പൊസിഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ പൊസിഷനിൽ പെൻഡുലം എങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് mg ഡൗൺവേർഡ് ആയിട്ടുണ്ട്. ഹൊറിസോണ്ടലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് F = QE ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ ബാലൻസ് ചെയ്യുന്ന ടെൻഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെൻഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ടെൻഷൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഈ രണ്ട് ഫോഴ്സിനെയാണല്ലോ ഇത് ബാലൻസ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ റിസൾട്ടൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും ഈ ടെൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്, സെക്കൻഡ് ഫോഴ്സ് ഹൊറിസോണ്ടലി ആണ്. അപ്പോൾ എൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ വൈസ് ആയിട്ടായിരിക്കും പോകുന്നത് അക്കോർഡിംഗ് ടു പാരലോഗ്രാം ലോ. ഇപ്പോൾ പാരലോഗ്രാം ലോ നോക്കുകയാണെങ്കിൽ F = QE, it is mg. So this will be the resultant, and that resultant should be cancelled by the tension T. Okay, so we can write T is equal to root of mg the whole square plus QE the whole square. mg the whole square plus QE the whole square. ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു root of, in terms of m, 30.7 into 10 raised to minus 6 into g, 9.8 the whole square. Plus QE. Q is 2 into 10 raised to minus 8. 2 into 10 raised to minus 8 into E is 20,000 voltmeter, the whole square. Okay. ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ 5 into 10 raised to minus 4 ന്യൂട്ടൺ എന്നാണ്. നമ്മുടെ ടെൻഷൻ്റെ വാല്യൂ ആണ് 5 into 10 raised to minus 4 ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേക്കാം. An electron falls from rest through a vertical distance h in a uniform and vertically upward directed electric field. അപ്പോൾ നോക്കിയേക്കാം, ഗ്രൗണ്ട് ലെവൽ, ഇതിൽ നിന്നും h ഹൈറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്.
അത് ഫോൾസ് ഫ്രം ദ റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഡൗൺവേർഡ് ഡയറക്ഷൻ വരുന്നു. അതോടൊപ്പം തന്നെ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോണിൽ ആക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഫോഴ്സുകളാണ്. ഒന്ന് ഗ്രാവിറ്റി കാരണമുള്ള ഫോഴ്സും ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഡൗൺവേർഡ് ഫോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആക്സലറേഷൻ ആയിരിക്കും ആ ഇലക്ട്രോണിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നൗ റിവേഴ്സ്ഡ് കീപ്പിംഗ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ദ സെയിം. എ പ്രോട്ടോൺ ഈസ് അലൗഡ് ടു ഫോൾ ഫ്രം എ rest in it through the same vertical distance h. The time of fall of the electron in comparison to the time of fall of the proton. അപ്പോൾ ഈ സിറ്റുവേഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം ഹൈറ്റിൽ നിന്നും ഒരു പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രോട്ടോൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഗ്രൗണ്ടിലെത്തിയ ടൈമിൻ്റെ ഒരു കമ്പാരിസനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ ടൈം ഓഫ് ഫോൾ ഓഫ് ദി ഇലക്ട്രോൺ ഇൻ കമ്പാരിസൺ ടു ദ ടൈം ഓഫ് ഫോൾ ഓഫ് ദി പ്രോട്ടോൺ. ഓക്കെ, അപ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിനകത്ത് വരുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് h ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. സോ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷനാണ് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. s എന്ന് പറയുന്നത് h ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും കൂളം ലോയും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് QE/m. ഫ്രം ദ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു ma ആൻഡ് F ഈസ് ഈക്വൽ ടു QE. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ വി ഗെറ്റ് h ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് ഇൻറ്റു QE/m ഇൻറ്റു t സ്ക്വയർ. ഓക്കെ, സോ h ഈസ് ഈക്വൽ ടു QE/2m ഇൻറ്റു ടി സ്ക്വയർ. ഇനി നമുക്കിവിടെ റിലേഷൻ കണക്ട് ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടൈമിൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ ഇലക്ട്രോണും പ്രോട്ടോണുമാണ്. അപ്പോൾ ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഹൈറ്റ്, 2 കേസിലും ഹൈറ്റ് സെയിം ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 കേസിലും സെയിം ആണ്. ചാർജ്, ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് സെയിം ആണ്. പിന്നെ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ആര് മാത്രമാണ്? മാസ് മാത്രമാണ്. അപ്പോൾ മാസുമായിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ടി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2mh ഡിവൈഡഡ് ബൈ QE. ഇതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്, h കോൺസ്റ്റൻ്റ് ആണ്, Q കോൺസ്റ്റൻ്റ് ആണ്, E കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ടി സ്ക്വയർഡ് പ്രൊപ്പോർഷണൽ ടു m or t proportional to root m. This is a relation between mass and time. Okay, so ആദ്യത്തെ കേസിൽ ഇലക്ട്രോണ്, സെക്കൻഡ് കേസിൽ പ്രോട്ടോണ്. നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ ലെസ് ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ഓക്കെ, സോ ഒബ്വിയസ്ലി ടൈം ടേക്കൺ ബൈ ഇലക്ട്രോൺ വിൽ ബി ലെസ് ദാൻ ടൈം ടേക്കൺ ബൈ പ്രോട്ടോൺ ആയിരിക്കും. So the time taken by electron is smaller than the time taken by proton ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്മോളർ. ഓക്കെ, നമുക്കെന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. So our next question, a hollow cylinder has a charge q coulomb within it. If phi is the electric flux associated with the curved surface B, the flux linked with the plane surface A will be. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഹോളോ സിലിണ്ടർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് Q ചാർജ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ ക്യൂ ചാർജ് സിലിണ്ടറിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സിലിണ്ടറിൻ്റെ എല്ലാ സർഫസിൽ കൂടെയും ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ട് വരും. അപ്പം എ എന്ന് പറയുന്ന സർഫസിൽ കൂടെ വരും, സി എന്ന് പറയുന്ന സർഫസിൽ കൂടെ വരും, ബി എന്ന് പറയുന്ന സർഫസിൽ കൂടെ വരും. ഓക്കെ, ഇവിടുന്ന് ടോട്ടലി ഇലക്ട്രിക് ഫ്ലക്സ് പുറത്തോട്ട് വരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇതൊരു ക്ലോസ്ഡ് സർഫസ് അല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആരുണ്ട്? ഗോസ് തിയറം ഉണ്ട്. സോ ദ നെറ്റ് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുള്ള ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ സർഫസ് എയിൽ നിന്നും പുറത്തു വരുന്ന ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ written as the net flux will be the flux coming out from A plus flux coming out from B plus flux coming out from C, which will be equal to Q by ε0. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ പ്ലേസ്മെൻ്റ് അനുസരിച്ചിട്ട് എയും സിയും സിമെട്രിക് ആയിട്ടുള്ള സർഫസുകളാണ്. ഇതിൽ രണ്ടിൽ നിന്നും പുറത്തു വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ എയിലെയും സിയിലെയും ഫ്ലക്സ് സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ആസ് ഫൈ എ പ്ലസ് ഫൈ ബി. ബിയിൽ നിന്ന് പുറത്തു വരുന്ന ഫ്ലക്സ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫൈ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫൈ പ്ലസ് ഫൈ സി ഈസ് ഓൾസോ ഫൈ എ ഈസ് ഇക്വൽ ടു ക്യൂ ബൈ ε0. സോ വി ക്യാൻ റൈറ്റ് 2 ഫൈ എ പ്ലസ് ഫൈ ഈസ് ഇക്വൽ ടു ക്യൂ ബൈ ε0. That implies 2 phi a is equal to q by ε0 minus phi. That implies phi a is equal to half into q by ε0 minus phi. So this will be our flux coming out from the surface A. അതേ ഫ്ലക്സ് തന്നെ ആയിരിക്കും സി എന്ന് പറയുന്ന സർഫസ് കൂടെയും എന്ത് ചെയ്യുന്നത്? എമർജ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ. ഓക്കെ, അപ്പം നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും സെറ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.